ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ഹാങ്ഡ്മാൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ നാൻ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയും അടുത്തതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അനാവശ്യമായി ആശങ്കപ്പെടുന്നവരുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അൺനെസസറി വറി ഈ ഒരു അവേക്കണിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. ഇതൊരു താൽക്കാലികം മാത്രമാണ്. നമുക്ക് നല്ലൊരു കാര്യം സംഭവിക്കുന്നതിന് മുന്നേ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കാം. ഇതിൽ നിങ്ങൾക്കൊരു ഇൻസൈറ്റ് വരാനുള്ളൊരു സമയമാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളെ മനസ്സിലാക്കാനുള്ളൊരു സമയമാണെന്നുള്ളതാണ്. ഒരു പുതിയ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ യുണീക്കാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ചിന്തിക്കും, എന്താണ് എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ അസുഖങ്ങളൊക്കെ എപ്പോഴും വരുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂസ് വരുന്നത് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളെക്കാളും വലിയ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവർ. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലുതാണ് എങ്കിൽ പോലും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ ആ ഒരു വിജയവും പരാജയവും ഒക്കെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. തിരിച്ചറിവാണ് ഈ സമയം നിങ്ങൾക്കുണ്ടാക്കി തരുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ നാൻ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ കുറേ ആൾക്കാർ ഒരു ദുസ്വപ്നമൊക്കെ കണ്ട് പേടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് ഉറക്കമില്ലാതെ ശരിക്കും ഒറ്റപ്പെട്ടു പോയ ആൾക്കാർ ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം ഇവിടെ കുറേ സാഹചര്യങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറേ ആൾക്കാർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ശരിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആ ഒരു തരത്തിലുമുള്ള ഹെൽപ്പും നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തികൾ നിങ്ങളെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സത്യാവസ്ഥ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും അത് മനസ്സിലാക്കാത്തതിലുള്ള ആ ഒരു ഡിപ്രഷനും ഒക്കെയാണ് ചിലർക്കുള്ളത് എന്നാണ്. അത്തരത്തിലുള്ള ചില ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അസുഖങ്ങളൊക്കെ എന്തോ ഉണ്ടെന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല ലോണ് പോലുള്ള കാര്യങ്ങളൊക്കെ അടയ്ക്കുന്ന കാര്യം ഓർത്തിട്ട് ചില ആളുകൾ ഇവിടെ ഒരു ഡിപ്രഷനിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾ വളരെ ഭയത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ അത് അടയ്ക്കുമെന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ
അങ്ങനെയുള്ള ആളുകളുടെ ഒരു എനർജിയും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇത്രയും ഭയാനകമായ ആ ഒരു സിറ്റുവേഷൻ അത് എൻഡ് ആകുന്നുണ്ട്. നിങ്ങളിവിടെ വിഷമിക്കേണ്ട എന്നുള്ളതാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്തുമാകട്ടെ, നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളാണോ ഫേസ് ചെയ്യുന്നത് അത് കടന്നു പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സമാധാനിക്കുക. പാസ്റ്റിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. പക്ഷേ അതിപ്പോൾ നിങ്ങൾക്ക് ഓർമ്മകൾ മാത്രമായിരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ നേരിടുന്ന ഈ വലിയ പ്രശ്നങ്ങളും നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാകാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സിറ്റുവേഷനും കടന്നു പോകുമെന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറയുക, നിങ്ങളത് മനസ്സിലാക്കുക. സ്ഥായിയായി നിൽക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലില്ല. അത് വ്യക്തികളാവട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങളാവട്ടെ, ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ആവട്ടെ, അല്ലെങ്കിൽ അസുഖങ്ങളാവട്ടെ, ഇതൊന്നും തന്നെ സ്ഥായിയല്ല. നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ മുറുകെ പിടിക്കാൻ നിങ്ങൾ ഈ ഒരു സമയം ശ്രമിക്കുക. പിന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സമ്പാദിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അച്ചീവ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതലും നിങ്ങൾ ഫിനാൻസിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, നല്ലൊരു വീട് വേണം, അല്ലെങ്കിൽ നല്ലൊരു വണ്ടി വേണം, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടണം. അപ്പോൾ അങ്ങനെയുള്ള ചിന്തയുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം. നിങ്ങളുടെ മുന്നിൽ ഈ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങൾ ആ തരത്തിലൊന്ന് ചേഞ്ച് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക എന്നാണ്. അത് ശരിക്കും നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ടോ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കാം. അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഈ സമയം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഫിനാൻസിനെ സംബന്ധിച്ച് വളരെ കരുതലുണ്ടായിരിക്കും എന്നാണ്. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ചിലത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ശരിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആശങ്കപ്പെടാതിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരുപാട് തടസ്സങ്ങളൊക്കെ മറികടന്ന്, ഒരുപാട് പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതൊക്കെ മറികടന്ന് നിങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങിയ ഒരു എനർജിയാണ്. ഇതിലൊരു വെയിറ്റിങ്ങിൻ്റെ എനർജി കൂടിയുണ്ട്. നിങ്ങൾ ആരെയോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനോ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ചില വ്യക്തികളെ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയാവാം. നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനുള്ള മനസ്സും ധൈര്യവും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ കുറേയധികം ചോയ്സസ് ഉള്ള ഒരു സമയമാണ്. കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്ന അവസ്ഥയിൽ നിന്നും നല്ലൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറേ ചോയ്സസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറേ കൺഫ്യൂസ്ഡ് ആയ ഒരു അവസ്ഥയുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ജോലിയുടെ കുറേ ഓഫേഴ്സ് വന്നേക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ കുറേ കൺഫ്യൂഷനായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളിവിടെ കുറേ കൺഫ്യൂഷനിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നിലധികം കാര്യങ്ങളിൽ, അത് ഇപ്പോൾ സ്ഥലം വാങ്ങുന്ന കാര്യമാവാം, അല്ലെങ്കിൽ നിങ്ങൾ വീട് വെക്കുന്ന കാര്യത്തിലാവാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി വാങ്ങുന്ന ഒരു കാര്യത്തിലാവാം, അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാവാം, നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ. അങ്ങനെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൽ കുറേയധികം ആൾക്കാർക്കും നിങ്ങൾക്കിവിടെ
കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് എന്നാണ്. അതായത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ തുടങ്ങേണ്ടത്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെ കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ നിങ്ങളിൽ ചില ആളുകൾക്ക് പറ്റുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഒരുപാട് ഇഷ്ടവും പ്രണയത്തോടും ഒക്കെ കൂടി നിങ്ങളെ ആരോ ഇവിടെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയുമാണ്. ഇതിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാർമികമായിട്ടുള്ളൊരു സോൾമേറ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി, അവരുടെ ഒരു ഭാഗത്ത് നിന്നും ഏതെങ്കിലും ഒരു നീക്കമാവാം. നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, കൂടെ വേണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതുമാവാം. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും പാർട്ട്ണർഷിപ്പിലൊക്കെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകുന്ന ഒരു എനർജിയുമുണ്ട്. ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ഈ ഒരു സമയം കണ്ടുമുട്ടാനുള്ള ഒരു അവസരം എത്തുന്നതായും കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ നിങ്ങൾക്കൊരു നല്ല ഓഫറുമായിട്ട് ആരോ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാണ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി തന്നെ തിരിച്ചു വരുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാൾ നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് വരുന്നതാവാം. അതല്ല, നിങ്ങൾക്ക് കരിയറിലാണ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നത് എങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്തിരുന്ന ജോലി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കരിയറിൽ നല്ലൊരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഏറ്റവും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓഫർ, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളത് ഈ ഒരു വിഷമത്തിൻ്റെ എനർജിയിൽ ഇരുന്നാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയുള്ള വിഷമങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. മാത്രമല്ല ഇവിടെ കുറച്ച് ആളുകൾ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റക്കായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു സ്റ്റക്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മളൊന്ന് നിൽക്കുക. നമ്മൾ പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. അങ്ങനെ നിങ്ങളൊന്ന് അത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളതൊന്ന് തിരുത്തുക. അതിനുശേഷം നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ആലോചിച്ച് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നല്ല പോലെ ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുത്ത് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര വില തരാതിരുന്ന ആളുകൾ ഈ ഒരു സമയം നിങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ വന്നേക്കാം. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്നൊരു അവസ്ഥ വന്നേക്കാം. അവരത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ചിലർ അതായത് അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളുടെ വാക്കുകൾ ശരിയാണെന്നും നിങ്ങളുടെ പ്രവർത്തികൾ ശരിയാണെന്നും ഒക്കെ ഓവറോൾ നിങ്ങൾ നല്ലൊരു പേഴ്സൺ ആണെന്നുള്ള ആ ഒരു തോന്നലൊക്കെ അവർക്ക് വരാനുള്ളൊരു
സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നുവെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങളാണ് പല കാര്യത്തിലും വരുത്തേണ്ടത്, അത്തരത്തിലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ വളരെ ആലോചിച്ചെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിക്കും എന്നാണ്. ഇവിടെ ഇമോഷൻസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ശരിക്കും പ്രാക്ടിക്കലുമാണ്, എന്നാൽ മറ്റുള്ളവരോട് സ്നേഹവും സഹതാപവും ഒക്കെ ഉള്ളൊരു എനർജിയുമാണ്. അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു യഥാർത്ഥ ഗുണത്തിലേക്ക് പോകാൻ നിങ്ങൾക്കിവിടെ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഏറ്റവും ഫാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സാധ്യതകൾ എത്തുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ അടുത്തേക്ക് അതിങ്ങനെ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രാവലും കാണുന്നുണ്ട്. ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഉടനെ തന്നെ ഒരു ട്രാവൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളും നിങ്ങളെ തേടി എത്തുന്നുണ്ട്. നിങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു ഡ്രസ് ബിസിനസ്സോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് ബിസിനസ് ആയിക്കോട്ടെ, അതൊക്കെ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനിവിടെ നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു വിക്ടറി നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുമെന്നും ഇതിൽ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വഴി ഈസി ആക്കി തരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു പോകാനുള്ള ഏതോ ഒരു കാര്യം ദൈവാനുഗ്രഹം കൊണ്ട് അത് ഈസി ആക്കി തരാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൽ സക്സസിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ കുറേ കാലമായി ഇപ്പോൾ ജോലിക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുന്നിൽ അതിൻ്റെ സാധ്യതകൾ, കുറേയധികം സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായി വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ ഒരു ഡെവിൾ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയുമുണ്ട്. അതായത് നിങ്ങളുടെ ശക്തി മനസ്സിലാക്കി നിങ്ങളെ പിറകോട്ട് വലിക്കാൻ ആരോ ഇവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിൽ ചിലപ്പോൾ വാക്കാലോ പ്രവൃത്തിയാലോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അർത്ഥമാക്കുന്നത് നിങ്ങൾ അത്രയധികം ശക്തി സംഭരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ, നിങ്ങൾക്ക് സംശയമുള്ളവരുടെ പെരുമാറ്റങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ ആൾക്കാരും ഒരുപോലെയല്ല. പലരും പലതരത്തിലുള്ള എനർജി ലെവൽ ഉള്ളവരാണ്. ചിലപ്പോൾ അസൂയുള്ളവരുണ്ടാകാം. നമ്മൾ മുന്നോട്ട് പോകണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരുന്നത് ആ ഒരു വൈബ്രേഷൻ അത്ര നല്ലതായിരിക്കില്ല. അതാണ് ഈ ഒരു ഡെവിള് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ചിലരൊന്ന് മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ വിജയങ്ങളൊന്നും തൽക്കാലത്തേക്ക് ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. പ്ലാനിങ്ങുകളൊന്നും പറയാതിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളിനോട് പറഞ്ഞാൽ പോലും അവരിലൂടെ നിങ്ങൾക്ക് നെഗറ്റീവ് നൽകുന്നവർ ചിലപ്പോൾ ആ വാർത്ത കേൾക്കും. നിങ്ങൾക്കത് തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ വിക്ടറി ആരോടും പറയാതിരിക്കുക. നിങ്ങൾക്ക് എന്ത് നല്ലത് വന്നു ചേർന്നാലും, അതിപ്പോൾ ജോലിയായാലും അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര പോകുന്ന കാര്യമായാലും അങ്ങനെ എന്തായാലും ആരോടും ഒന്നും തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാതെ നിങ്ങളൊന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഈ ഒരു സമയം നിങ്ങളുടെ വിജയത്തിന് നല്ലത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഈ സമയം നിങ്ങൾക്കുണ്ടാകും എന്നാണ്.
അപ്പോൾ നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം ചെയ്യാനുള്ളൊരു ആവേശത്തിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ളൊരു ആവേശത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ചില വ്യക്തികളെ കാണുന്നതായിരിക്കാം, കുറേ കാലം കൊണ്ട് കാണാതിരുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെ ഈ സമയം നിങ്ങൾക്ക് കാണാനുള്ളൊരു ത്രില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യാത്ര പോകുന്നതിനുള്ള ത്രില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ നല്ലൊരു വൈബ്രൻ്റ് എനർജിയിലാണ് ഈ സമയം ഉള്ളത് എന്നാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയുണ്ടായിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലെ ആ ഒരു മടിയും അലസതയും ഒക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളൊരു ഉത്സാഹമൊക്കെ ഈ സമയം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇവിടെ ചില ആളുകൾക്ക് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം തോന്നിയേക്കാം. അപ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാം. പക്ഷേ നിങ്ങളത് നിയന്ത്രിക്കണം എന്നുള്ളതാണ്, അങ്ങനെ ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ചിലപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയാനോ ചെയ്യാനോ അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരാം. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരിക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്, ക്യൂൺ ഓഫ് വാൺസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ട്രഗിൾസ് ഒക്കെ മാറി നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ ഫലം കിട്ടി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ മൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആളായി കഴിഞ്ഞു എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകും. പാസ്റ്റിലെ ആ ഒരു പാറ്റേൺ എല്ലാം നിങ്ങൾ ബ്രേക്ക് ചെയ്ത് ഒരു പുതിയ ആളായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. അത് ഇമോഷണൽ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും എല്ലാം നിങ്ങൾ വളരെ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഒരു സമയം സാധിക്കും എന്നാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ നിങ്ങൾ ആക്ഷനും എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നിങ്ങൾ ചെയ്യും, വേണ്ടാത്ത കാര്യങ്ങൾ വിട്ടുകളയും. പിന്നെ നിങ്ങളൊരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് ഇരിക്കുമെന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ദേഷ്യമായാലും മറ്റൊരാളോടുള്ള അറ്റാച്ച്മെൻ്റ് ആയാലും അതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്ത് വയ്ക്കും. നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ആളായി മാറുന്ന സമയമാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിച്ചിരുന്ന ആൾക്കാർ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മറ്റുള്ളവർ ആകർഷിക്കും തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളിവിടെ മാറുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ ചില ആളുകൾ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നാണ് കാണുന്നത്. ഇപ്പോൾ വിവാഹമാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടത്തുന്ന മറ്റേതെങ്കിലും ചടങ്ങുകളാവാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒത്തുകൂടി നിങ്ങൾ വളരെ സേഫായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ കുറേ നാളുകളായിട്ട് കാണാതിരുന്ന ഒരു വ്യക്തിയുമായി കാണാൻ പോകുന്ന ഒരു എനർജിയുമുണ്ട്. നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്തു പോയി അവരെ കാണുന്നതാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾക്കുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം വരുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ ഇവിടെ തീരാൻ പോകുന്നുണ്ട് എന്ന് പറയാം. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഇതൊരു പാസ്റ്റിലെ കർമ്മയും ഈ ലൈഫിലെ കർമ്മയും ഒക്കെ ഉണ്ട്. നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം
നിങ്ങൾക്ക് ഈ സമയം അനുഭവിക്കാൻ പറ്റുന്നതുമായിരിക്കാം. ചിലപ്പോൾ ഈ ജീവിതം മുഴുവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിൾസ്, അതായത് നിങ്ങളുടെ ബാഡ് കർമ്മയെല്ലാം തീർന്ന് നിങ്ങളുടെ നല്ല കർമ്മത്തിനുള്ള ഫലം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.